എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വാസനയോടുകൂടി ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുന്ന ഒരു സാമ്പാർ പൊടിയാണ് കേട്ടോ. ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. നല്ല വാസനയാണ്, എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു നല്ല സിപ്ലോ കവറിലാക്കിയിട്ട് കുറേശ്ശെ എടുത്ത് ബോട്ടിലുകളിലാക്കി ഇതുപോലെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാസന ഒട്ടും പോകത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ മാംഗോ പൗഡറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ അതാ ഒരു പഴയ പാനാണ് കേട്ടോ, ഇതിനായിട്ട് വെച്ചിട്ടുള്ളൊരു പാനാണ്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുത്തു, എള്ളെണ്ണ. അതിലേക്ക് കട്ടക്കായം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതുപോലെ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് എണ്ണയില്ലാതെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ സാധാരണ ഈ നല്ലെണ്ണ ചേർക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്ലേവർ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നല്ലെണ്ണയിലാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൊച്ചു കൊച്ചു പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടായിട്ട് വരും. അത് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് വിടർത്തി ഇട്ട് കൊടുത്താൽ മതിയേ. നല്ല രീതിയിലത് ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അങ്ങനെ വിട്ട് വന്നോളൂ. തണുക്കുമ്പോൾ നല്ല കട്ടിക്കിരിക്കും ഇത്. പിന്നെ ഉണക്കമാങ്ങയുടെ മാങ്ങ ഉണങ്ങുന്നതോ അങ്ങനെയുള്ള ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് 2 വർഷം മുമ്പുള്ള ഒരു മാങ്ങയാണിത്. ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഡ്രൈ മാംഗോ പൗഡർ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ട് ഞാനിങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല, റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. വീട്ടിലിങ്ങനെ ഉണക്കി വെച്ചത് അത് പൊടിച്ച് വെച്ചാൽ കുറേ നാളത്തേക്കുണ്ടാവും. ഇപ്പം എൻ്റെ തീർന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പൊടിച്ച് വയ്ക്കാമെന്ന്. അപ്പോൾ പൊടിച്ച് ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കായം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഇനി കോരിയെടുക്കണം. പിന്നെ അത് ഉണ്ടായിരുന്ന ഓയിലങ്ങ് കളഞ്ഞു കേട്ടോ ഞാനത്. പിന്നത് മല്ലി 1.5 കപ്പ് മല്ലിയാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എനിക്കിതൊരു കുറേ നാളത്തേക്ക് ഉണ്ടാവും, ഒരു 3-4 മാസത്തോളം കാണും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ വാസനയൊന്നും പോകുന്നുണ്ടാവില്ല. ഞാൻ സാധാരണ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റും കേട്ടോ. പിന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മല്ലി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഉണക്കമുളക്, ഇത് എരിവുള്ള മുളക് തന്നെ എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവ് അങ്ങനെ ഇല്ല, സാധാരണ നമ്മൾ എരിവുള്ള വറ്റൽമുളകാണിത്. അപ്പോൾ ഇത് 70 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണ്ട എന്നുള്ളവർക്ക് നമുക്ക് കുറേശ്ശെ വേണമെങ്കിലും ചെയ്തു വയ്ക്കാൻ പറ്റും. അപ്പം മുളകും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കടലപ്പരിപ്പാണ്. 1 കപ്പ് കടലപ്പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. അതും പാനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഉഴുന്നുപരിപ്പ്, ഇതൊരു 3/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പലരും പല രീതിയിലാണ്. ചിലർ ഇതുപോലെ ഉഴുന്നുപരിപ്പ് ചേർക്കാറില്ല, നമ്മുടെ തുമരപ്പരിപ്പ് ചേർക്കാറില്ല. ഞാനത് രണ്ടും ചേർക്കും കേട്ടോ. പക്ഷേ ഈ ഉഴുന്നുപരിപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു കൊഴുപ്പും ഒരു വല്ലാത്തൊരു ടേസ്റ്റും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അത് ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ. അപ്പോൾ ഉഴുന്നുപരിപ്പും ഫ്രൈ ആയി വന്നു, അതും
ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇത് തുമരപ്പരിപ്പാണ്, നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. അത് 3/4 കപ്പാണ്. അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതും ഫ്രൈ ആയി, അതും അങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് അരി, നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ഇതുപോലെ ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പ് രസം വരും. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് ഇത് നന്നായിട്ട് എല്ലാം പൊട്ടി വരുന്നത്, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, അതും അങ്ങ് മാറ്റി. ഉലുവ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഉലുവായും കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. നമുക്ക് പോരാന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഉലുവാപ്പൊടി നമുക്ക് സാമ്പാർ വയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഉലുവയും ഇവിടെ ഫ്രൈ ആയി, അതും മാറ്റി. ജീരകത്തിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ സാമ്പാറിന്. ഞാൻ അത് വളരെ കുറച്ച് ചേർക്കാറുള്ളൂ, ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് ജീരകത്തിൻ്റെതും അതെ, നമുക്ക് മറ്റേ എന്താണ് കുരുമുളകും, ഈ രണ്ടിൻ്റെയും ടേസ്റ്റ് മുമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല സാമ്പാർ. അതുകൊണ്ട് കുരുമുളക് ചേർക്കാറുമില്ല കേട്ടോ. അപ്പോൾ ജീരകവും ഇവിടെ റെഡിയായി, അതും അങ്ങ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് 1.5 ടേബിൾ സ്പൂണാണ് കടുക് ചേർത്തിട്ടുള്ളത്, ടീസ്പൂണാണ്. ഈ പാനിലാകുമ്പോൾ ഇതൊന്നും പുറകോട്ട് തെറിച്ച് പോകത്തില്ല, പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഈ പാൻ തന്നെ ഇതിനു വേണ്ടിയും വെച്ചിട്ടുള്ളത്. കടുകും ഫ്രൈ ആയി. പിന്നെ ലാസ്റ്റ് കറിവേപ്പില ഞാൻ ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 2 പിടി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അതിൻ്റെ തണ്ടും ചേർക്കും കേട്ടോ കറിവേപ്പിലയുടെ. നന്നായിട്ടങ്ങ് ഫ്രൈ ആകണം, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പാർ പൊടി കേടാകാൻ ചാൻസ് ഉണ്ട് പച്ചയ്ക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇന്ന് സാമ്പാർ പൊടിച്ചിട്ട് സാമ്പാറിന് വേണ്ടി ചേർത്താണ് കേട്ടോ സാമ്പാർ വെച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ, നല്ല സ്മെല്ലാണ് കേട്ടോ. എത്ര ദൂരം വേണേലും ഈ സാമ്പാർ പൊടിയുടെ സ്മെല്ല് പോകുന്നുണ്ടാവും. പിന്നെ ഒരല്പം എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനിത് പൊടിക്കുന്ന കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴും ഒരു സ്വല്പം എരിവ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടിയുടെ ചേർത്തു. അപ്പം ദേ സാമ്പാർ പൊടി റെഡിയായി. ഇതുപോലെ സിബ്ലോ കവറിലാക്കി വെച്ചിട്ട് കുറേശ്ശെ ഇതുപോലെ ബോട്ടിലുകളാക്കി വെച്ചിരുന്നാൽ മതി. എത്ര കാലം വേണമെങ്കിലും കേടാകാതിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. താങ്ക് യു.